ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ഇന്ന് ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്യാൻ പോകുന്ന മൂവി എന്ന് പറയുന്നത് 2024 പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ആയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഴ എന്ന ഒരു മൂവിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ പോകുന്നത്. ഈ മൂവി കാണുന്നതിന് മുമ്പ് ഇത്രത്തോളം രസമുള്ള ഒരു മൂവിയാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. സത്യം പറഞ്ഞാൽ ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാതെയാണ് ഞാൻ ഈ മൂവി കണ്ടത്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഞാൻ ഇതുപോലെ കോമഡിയുള്ള ഒരു മൂവി കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് അടിപൊളിയാണ്. യൂട്യൂബിൽ ഞാൻ ഇതിൻ്റെ റിവ്യൂ നോക്കിയപ്പോൾ ഒരുപാട് ആളുകൾ ഇത് നല്ല മൂവിയാണെന്ന് പറയുന്നത് കണ്ടു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് പുളുവാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ കണ്ടപ്പോൾ മനസ്സിലായി ഇവർ പറയുന്നത് സത്യമാണെന്ന്. ഈ മൂവി മെയിനായിട്ട് ആരംഭിക്കുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡ് തൊട്ട്, അതായത് നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മളുടെ കോളേജ് കാലവും കഴിഞ്ഞ് നമ്മൾ ജോബിലേക്ക് എത്തുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരുപാട് കോമഡികളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതും എന്നാൽ അതുപോലെ നല്ല ഉയരത്തിൽ നിൽക്കുന്ന ഹൈ സെലിബ്രിറ്റികളാണ് ഇതിൽ മെയിനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് സാഫ് ബോയും അദ്ദേഹത്തിൻ്റെ അനിയനും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഇൻസ്റ്റഗ്രാം സെലിബ്രിറ്റീസ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയ കഥാപാത്രം എന്ന് പറയുന്നത് മൂസ എന്ന കഥാപാത്രത്തെയാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിവരങ്ങൾ പിന്നീട് ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ ഈ മൂവിയുടെ തമ്പനെയിൽ കണ്ടപ്പോൾ ഒട്ടും ഇഷ്ടമില്ലാതെയാണ് ഈ മൂവി കാണാനിരുന്നതെങ്കിലും കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുകയും അതുപോലെ ഒരുപാട് ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മൂവിക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 10/10 ആണ്. അത്രത്തോളം അടിപൊളിയാണ്. ഈ മൂവിയിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫ്രണ്ട്ഷിപ്പാണ്. അത്രത്തോളം ഫ്രണ്ട്ഷിപ്പിന് ഇതിൽ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. അതുപോലെ കോമഡീസിനും ഇതിൽ ഒരുപാട് കോമഡി കഥാപാത്രങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഇതിൽ ആക്ട്രസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അഥവാ നായിക ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇതിൽ ഒരുപാട് നായികമാർ വന്നു പോകുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ മൂവി മെയിനായിട്ട് ബേസ് ചെയ്യുന്നത് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ്. സത്യം പറഞ്ഞാൽ 2024 ഇറങ്ങിയ ഒരു ഫീൽ ഗുഡ് മൂവിയാണെന്ന് തന്നെ പറയാം. ഈ മൂവി പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് 4 പേരാണ്. 4 സുഹൃത്തുക്കളാണ്. 4 സുഹൃത്തുക്കൾ പ്രായപൂർത്തിയാകുമ്പോൾ മാതാപിതാക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും വലിയ സമ്മർദ്ദം നേരിടുന്നു. അവരുടെ വൈകാരിക കഥ അവർ സ്വയം കണ്ടെത്തലിൻ്റെയും സ്വീകാര്യതയുടെയും ഒരു യാത്രയിൽ പ്രവേശിക്കുന്നതായി കാണുന്നു. അവിടെ സ്നേഹം ആത്യന്തികമായ വിദ്യാലയത്തിൽ വിജയിക്കുന്നു. അങ്ങനെയാണ് ഈ കഥയുടെ ഒരു ഉള്ളടക്കം എന്ന് തന്നെ പറയാം. ഈ കഥ എന്ന് പറയുന്നത് മെയിനായിട്ട് ഇതിൽ ഒരുപാട് കോമഡീസ് ഉണ്ട്. നിങ്ങൾ ഈ മൂവി കണ്ടാൽ ഉറപ്പായും ചിരിച്ച് ചാവും. അത്രയ്ക്ക് കോമഡീസാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ മൂവിയിലെ കഥാപാത്രങ്ങളെ പറ്റി ഒന്ന് ചെറുതായിട്ട് ഞാൻ പറഞ്ഞുതരാം. അജോയും വിഷ്ണുവും മൂസയുമാണ് ഇതിലെ പ്രധാന ആളുകൾ. പിന്നെ അവരിലേക്ക് കൂടിച്ചേരുന്ന ഈ 3 സുഹൃത്തുക്കൾക്ക് പുറമെ പിന്നീട് ഓരോരുത്തരായി അവരുടെ ഈ ഫ്രണ്ട്ഷിപ്പിലേക്ക് കടന്നു വരുന്നു. അതായത് അബ്ദുൽ കലാം, അതേപോലെ വിവേകാനന്ദ് എന്നീ 2 സുഹൃത്തുക്കളും കൂടി ചേരുന്നു. പിന്നീട് നമ്മൾക്കെല്ലാവർക്കും പ്രിയങ്കരനായ ഹാഷിർ എച്ച്, അതായത് അവരുടെ ഒറിജിനൽ നെയിം, അവരും ഇതിലുണ്ട്. അവരും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. 8 കഥാപാത്രങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്.
പിന്നെ ഈ മൂവിയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് ആനന്ദ് മേനോൻ. അതുപോലെ ഈ മൂവിയുടെ നിർമ്മാതാവും ഈ മൂവിയുടെ കഥ എഴുതിയതുമായിട്ടുള്ള എഴുത്തുകാരൻ എന്ന് പറയുന്നത് വിപിൻ ദാസ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു നിർമ്മാതാവാണ് ഹാരിസ് ഡെസോം എന്ന് പറയുന്ന ആൾ. അതുപോലെ ഇതിൽ കൂടുതൽ നിർമ്മാതാക്കളുണ്ട്. അനീഷ് പി ആൻഡ് ആദർശ് നാരായണൻ എന്നിവരാണ്. അതുപോലെ ഇതിൽ സംഗീതജ്ഞനായിട്ട് വന്നിട്ടുള്ളത് അങ്കിത് മേനോനാണ്. ഇത്രയും ആൾക്കാരാണ് ഈ മൂവിക്ക് വേണ്ടി ഇതിലെ ഓരോ ഭാഗങ്ങൾ ചെയ്തിട്ടുള്ളത്. നിർമ്മാതാവ്, പ്രൊഡ്യൂസർ ആൻഡ് സംഗീതജ്ഞൻ. ഈ മൂവിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് അത്രത്തോളം നല്ല രീതിയിലാണ് ഈ മൂവി അവതരിപ്പിച്ചിട്ടുള്ളത്. അത്രയ്ക്കും അടിപൊളിയാണെന്ന് തന്നെ പറയാം. ഈ മൂവി കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ആനന്ദം മൂവിയാണ്. അതുപോലെ പക്ഷേ ഇതിൽ ബോയ്സ് ഫ്രണ്ട്ഷിപ്പാണ് മെയിനായിട്ട് പറയുന്നതും ബോയ്സിൻ്റെ ലൈഫ് സ്റ്റോറിയാണ് പറയുന്നത് എന്ന് തന്നെ പറയാം. അവരുടെ ലൈഫും അവർക്ക് ജോബ് കിട്ടുന്നതിനെക്കുറിച്ചും ഫാമിലിയുടെ അടുത്തു നിന്ന് കിട്ടുന്ന പ്രഷറും ഒക്കെയാണ് ഈ മൂവിയിൽ മെയിനായിട്ട് പറയുന്നത്. ഇനി ഈ മൂവിയിൽ അഭിനയിച്ച പ്രധാന കോമഡി ആക്ടർ എന്ന് പറയുന്നത് നമ്മൾക്ക് ഏവർക്കും അറിയാവുന്ന ജഗദീഷാണ്. പണ്ട് ഒരുപാട് കോമഡി പടങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. പിന്നെ അതുപോലെ അസീസ് നെടുമങ്ങാട്, അതേപോലെ തന്നെ ഇതിലെ മെയിൻ ആക്ടറായിട്ട് വരുന്ന സിജു സണ്ണി, ജോമോൻ ജ്യോതിർ, അവനാണ് മൂസ എന്ന കഥാപാത്രം അഭിനയിക്കുന്നത്. പിന്നെ നമ്മുടെ ഹാഷിർ എച്ച്, സാഫ് ബോയെ കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട്. അതേപോലെ കോട്ടയം നസീർ, അതേപോലെ നോബി മാർക്കോസ്, അതേപോലെ തന്നെ അമിത് മോഹൻ എന്നിവർ ഇതിലെ ഒരു മെയിൻ കഥാപാത്രമാണ്. അതേപോലെ നോബി മാർക്കോസ് എന്ന് പറയുന്നത് മൂസയുടെ അച്ഛനായി അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത്രയും കഥാപാത്രങ്ങളാണ് അതിൽ മെയിനായിട്ടുള്ളത്. ഇതിൽ കൂടുതലുമുണ്ട്. അവരുടെ പേരൊക്കെ ഞാൻ വൈകാതെ പറയാം. അപ്പോൾ നമുക്ക് എന്താണ് വാഴ എന്ന മൂവിയുടെ സ്റ്റോറി എന്ന് നോക്കാം. പിന്നെ ഈ മൂവി നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കഴിയുന്നതിലും പരമാവധി തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം ഞാൻ ഇത് ടെലിഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കണ്ടപ്പോൾ ഇതെനിക്ക് ഇതിൻ്റെ പ്രിൻ്റാണ് ലഭിച്ചത്. അതും ഏകദേശം 1 GB അടുത്ത് MB ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെയും കണ്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾ തീർച്ചയായും കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എന്തായാലും കാണുക. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള പടമാണ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ പ്രിൻ്റോ അല്ലെങ്കിൽ ഇതിൻ്റെ HD വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലിലേക്ക് ഒരു ഹായ് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് മൂവിയുടെ സ്റ്റോറിയെ പറ്റി ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. സത്യം പറഞ്ഞാൽ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവുക, അല്ലേ? അതുപോലെയാണ് ഈ മൂവി എനിക്ക് തോന്നിയത്. ഇതിൻ്റെ പോസ്റ്റർ കണ്ടപ്പോൾ ഞാൻ ഒട്ടും എക്സെപ്റ്റ് ചെയ്തില്ല ഇത് ഇത്രത്തോളം അടിപൊളിയാണെന്ന്. അപ്പോൾ അത്രയ്ക്കും അടിപൊളിയാണ് ഗായ്സ്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണുക. വേറെ ആരുമല്ലല്ലോ, നമ്മുടെ സാഫ് ബോയും ടീമും ഹാഷിറും ഒക്കെ അല്ലേ ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് എത്രത്തോളം. കൂടാതെ ജഗദീഷുമുണ്ട്. ജഗദീഷ് പക്ഷേ ഇതിലൊരു സീരിയസ് ക്യാരക്ടറായിട്ടാണ്, ഒരു അച്ഛനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇനി അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് വാഴ എന്ന മൂവിയുടെ സ്റ്റോറി പറയാം. ഈ മൂവി തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഒരു വാഴത്തോട്ടത്തിലൂടെ സൈക്കിൾ ഓടിച്ചു പോകുന്ന ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സിനെയാണ്.
അതിൽ പെട്ടെന്ന് അവർ ഓടിച്ചുകൊണ്ട് പോകുന്നതിനിടയിൽ തീർച്ചയായും ഇതിന് വാഴ എന്ന് പേര് നൽകുന്നതിന് മുഖ്യ പങ്ക് ഇതിൽ വാഴയ്ക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു വാഴക്കൂട്ടം കാണിച്ചുകൊണ്ടാണ് ഈ മൂവി തുടങ്ങുന്നത്. പെട്ടെന്ന് ഒരാൾ സൈക്കിളിൽ നിന്നും കുത്തി താഴോട്ട് വീഴുന്നു. അപ്പോൾ നമ്മുടെ വാഴ എന്ന മൂവിയുടെ ടൈറ്റിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മൂവിയിലായാലും നമ്മുടെ വീട്ടിലായാലും, എൻ്റെ വീട്ടിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ വേറെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത്, നിന്നെയൊക്കെ നോക്കുന്നതിന് പകരം ഒരു വാഴ വെച്ചിരുന്നെങ്കിൽ എനിക്കൊരു കുലയെങ്കിലും കിട്ടിയേനെ എന്ന് നമ്മൾ പല മൂവിയിലും ഡയലോഗായി കേട്ടിട്ടുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു വാഴയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നും അതുപോലെ താൻ വെച്ച വാഴയാണോ അല്ലെങ്കിൽ മറ്റേ വാഴയാണോ ഏറ്റവും ബെറ്റർ എന്നാണ് ഇതിൽ മെയിനായിട്ട് കാണിക്കുന്നത്. അതായത് തൻ്റെ മകൻ ജനിക്കുന്നതാണോ അല്ലെങ്കിൽ താൻ ഒരു വാഴ നട്ടു വളർത്തുന്നതാണോ നല്ലത് എന്നാണ് ഇതിൽ കാണിച്ചു തരുന്നത്. തീർച്ചയായും നമ്മുടെ മകനെ കുറിച്ചായിരിക്കും അതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് കഥ തുടങ്ങാം. കഥ തുടങ്ങുന്നത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിലെ ഒരു ക്യാരക്ടറിൻ്റെ അച്ഛനെ കാണിച്ചുകൊണ്ടാണ്. അയാൾ ഒരു ഹോട്ടൽ ഭഗവതിയിൽ വരികയാണ്. അപ്പോൾ അവിടെ വേറൊരാളെ കാണുന്നു. അയാൾ വാഴ മേടിച്ച് പോവുകയാണ്. അങ്ങനെ അയാൾ വാഴയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മറ്റേയാളുടെ കയ്യിലുള്ള വാഴ വേണോ എന്ന് ചോദിക്കുന്നു. എന്നാൽ വേണ്ട എന്ന് പറയുന്നു. അങ്ങനെ അയാൾ വീട്ടിലെത്തി രാധിക അയാളുടെ ഭാര്യയെ വിളിക്കുന്നു. അപ്പോൾ അയാളുടെ ഭാര്യ അപ്പോൾ കുളിച്ചു കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. അയാളുടെ ഭാര്യയോട് പറയുന്നു, എടി ഞാനിത് കുഴിച്ചിട്ട് വരാം എന്തേനി അപ്പോഴത്തേനും എന്നിട്ട് ഞാൻ കുളിക്കുന്നുള്ളൂ, നീ ആ തോർത്തെടുക്കുന്നത്. അപ്പോൾ അയാളുടെ ഭാര്യ പറയുന്നു, എന്തേനി അതൊക്കെ പിന്നെ ചെയ്യാം, വേഗം കുളിച്ചുകാണ്ട് വരൂ, ഇന്ന് മാങ്ങയും അതുപോലെ തന്നെ ചെമ്മീനും ഇട്ട മാംഗോ പ്രൗൺസ് കറിയാണെന്ന് പറയുന്നു. സോറി, മലയാളത്തിൽ പറയുകയാണെങ്കിൽ മാങ്ങ ചെമ്മീൻ കറിയാണെന്ന് പറയുന്നു. അത് കേൾക്കുന്ന അയാൾ അകത്തേക്ക് കയറി പെട്ടെന്ന് വാതിലടക്കുന്നു. ബാക്കി എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഇതേ സമയം വീടിൻ്റെ മുറ്റത്തുള്ള റോഡിലൂടെ പോയ ഒരു സൈക്കിൾക്കാരൻ ആ വാഴ കാണുകയും അയാൾ ഇതെടുത്തു കൊണ്ടുപോവുകയും ചെയ്യുന്നു. അയാൾ അയാളുടെ വീട്ടിലെത്തി ആ വാഴ കുഴിച്ചിടുന്നതിന് വേണ്ടി അയാളുടെ ഭാര്യയോട് അയാൾ മുണ്ടെടുക്കാൻ പറയുന്നു. അതുപോലെ അയാൾ അപ്പോൾ തന്നെ കുഴിച്ചിടുന്നു. പിന്നെ ആ വാഴയുടെ വളർച്ചയാണ് കാണിക്കുന്നത്. വാഴ വലുതാവുകയും കുല കായ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ അയാൾ ആ വാഴയുടെ കുല വെട്ടി, അയാളും അയാളുടെ ഭാര്യയും കൂടി വാഴ വെട്ടി അതിൻ്റെ കുല വെട്ടി വീടിൻ്റെ മുറ്റത്ത് വെക്കുകയും അവിടെ നിന്ന് അയാൾ അത് കടയിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യുന്നു. പിന്നീട് അത് പഴുത്തതിന് ശേഷം കടയിൽ നിന്ന് മറ്റു കടക്കാർക്ക് വിൽക്കുന്നു. അവരത് ഉപയോഗിച്ച് പഴംപൊരി ഉണ്ടാക്കുന്നു. പഴംപൊരിയും അതേപോലെ തട്ടുകടയിലൊക്കെ ഉണ്ടാവുമല്ലോ പഴം തൂക്കിയിട്ട്, അതുപോലെ ചെയ്യുന്നു. അവിടെ ഒരാൾ വന്ന് പഴംപൊരിയും ചായയും പറയുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞ ഇതിലെ ഒരു നായകൻ്റെ അച്ഛനെയാണ് ഇതിലെ ഒരു നായകൻ്റെ അച്ഛനായിരിക്കും. അയാളാണ് ആദ്യം വാഴ കൊണ്ടുപോയതും പക്ഷേ അയാളെ വീട്ടിൽ നിന്ന് കള്ളൻ അടിച്ചു മാറ്റിയതും. അയാൾ ചായ അങ്ങനെ കുടിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ അളിയൻ വന്ന് പറയുന്നു, അളിയ നിങ്ങൾക്കൊരു ആൺകുഞ്ഞ് പ്രസവിച്ചു, വേഗം വരൂ എന്ന്. അത് കേട്ട പാതി അയാൾ ഓടി ഹോസ്പിറ്റലിലേക്ക് കയറുന്നു. അപ്പോൾ അയാൾ ആ ചായയുടെ പൈസ, അതായത് 5 രൂപ, ഇന്നത്തെ കാലത്ത് 25 രൂപ കൊടുത്തുള്ള സാധനം അയാൾ 5 രൂപയ്ക്ക് കുടിച്ച്, ഒരു പഴമയാണ് അതിൽ പറയുന്നത്, അത് കുടിച്ച് അയാൾ ഹോസ്പിറ്റലിലേക്ക് ഓടിക്കയറുന്നു. അതോടുകൂടി നമ്മുടെ ബാക്കി, അതായത് സിനിമയുടെ ബാക്കി ടൈറ്റിലുകൾ, തിരക്കഥ, സംവിധാനം അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നു. ഈ
മൂവി സംവിധാനം ചെയ്തിട്ടുള്ളത് ആനന്ദ് മേനോനാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു. പിന്നീട് അദ്ദേഹം, അതായത് നേരത്തെ പറഞ്ഞല്ലോ ഭാര്യ പ്രസവിച്ചെന്ന്, അയാൾ ഓരോ സംഭവങ്ങൾ വാങ്ങുന്നു. അയാളുടെ മകന് വേണ്ടി അയാൾ അതായത് എന്താ പറയാ, ഒരു ബോട്ടില് സോപ്പ്, പൗഡർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുന്നു. അങ്ങനെ അയാൾ ഒരു ദിവസം വാങ്ങാൻ പോകും. പെട്ടെന്ന് ഒരാൾ വന്ന് ജൂനിയർ ഹോർലിക്സ് വേണമെന്ന് പറയുന്നു. അത് കുട്ടികൾക്ക് നല്ലതാണെന്ന് പറയുമ്പോൾ ഇയാൾ പറയുന്നത് എന്നാൽ എനിക്കും വേണമെന്ന്. ആ നേരത്തെ പറഞ്ഞ അയാളുണ്ടല്ലോ, അയാളും ഇതിലെ ഒരു ആക്ടറിന്റെ നടനായിട്ടാണ് അഭിനയിക്കുന്നത്. പിന്നീട് ഇവർ സ്കൂളിൽ പഠിക്കുന്ന കാലമാണ്, അതായത് സ്കൂളിലേക്ക് ചേർത്തുന്ന കാലഘട്ടമാണ് പറയുന്നത്. അതായത് നേരത്തെ വാഴ കൊണ്ടുപോയ അയാളും അതിനുശേഷം വാഴ വേണമെന്ന് പറഞ്ഞ അയാളും അവരുടെ രണ്ടുപേരുടെ മക്കളും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. അങ്ങനെ അവർ തമ്മിൽ ഫ്രണ്ട്സ് ആവുന്നു. ടീച്ചർ പിക്ചർ വരയ്ക്കാമെന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും അവരുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പരസ്പരം ചിരിക്കുന്നു. അതിൽ ഒരാൾ, അതായത് വാഴ കൊണ്ടുപോയി വയ്ക്കാത്ത അയാളുടെ മകൻ ഒരു കണ്ണട വെച്ചിട്ടാണ് ഉള്ളത്. മറ്റയാളുടെ മകൻ ഒരു സാധാ പോലെ. അങ്ങനെ അവർ തമ്മിൽ തിക്ക് ഫ്രണ്ട്സ് ആവുന്നു. പിന്നീട് അവർ കോളേജ് കാലം വരെ അവർ ഒരുമിച്ചാണ് പോകുന്നത്. അതിൽ ഞാൻ പറഞ്ഞല്ലോ വാഴ കൊണ്ടുപോയി എന്ന് പറയുന്ന, എന്നാൽ വാഴ വെച്ചില്ല. അയാളുടെ മകൻ്റെ പേരാണ് വിഷ്ണു രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. മറ്റേ ആളുടെ പേരാണ് അജോ തോമസ്. അങ്ങനെ ഇവർ രണ്ടുപേരും, അജോയും വിഷ്ണുവും തമ്മിൽ ഫ്രണ്ട്സ് ആവുന്നു. അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് അവരുടെ പഠനകാലം മുഴുവനും ഉണ്ടാവുന്നു. അതേപോലെ ഇവരുടെ പേരുടെ അമ്മമാരും തമ്മിൽ, അതായത് രാധാകൃഷ്ണനും തോമസും തമ്മിൽ ഇത് കണ്ട് ചിരിക്കുന്നു. അങ്ങനെ ഇവരുടെ കാലഘട്ടം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ അവരുടെ അമ്മമാരെ അവരോട് സ്കൂളിനെ പറ്റി ചോദിക്കുകയും സ്കൂളിൽ എപ്പോഴും ഡ്രോയിങ് ആണെന്ന് കാണുമ്പോൾ രണ്ട് അച്ഛന്മാരും ഇതെന്താ സ്കൂളിൽ ഇങ്ങനെ എന്നുമൊക്കെ സംസാരിക്കുന്നു. സ്കൂൾ മാറ്റി ചേർത്തണോ എന്ന് വരെ ചിന്തിക്കുന്നു. അവരുടെ സ്കൂളിൽ ഫസ്റ്റ് ദിവസം തന്നെ ഡ്രോയിങ് ആയതുകൊണ്ട് എന്തുകൊണ്ട് ഇത് മാറ്റിക്കൂടാ, ഈ സ്കൂളിൽ നിന്ന് മാറ്റിക്കൂടാ എന്ന് വിചാരിക്കുന്നു. അതുപോലെ വിഷ്ണു രാധാകൃഷ്ണയുടെ അച്ഛന് അയാളുടെ മകൻ, അതായത് വിഷ്ണു രാധാകൃഷ്ണൻ അജോ തോമസിനോട് കൂട്ടുകൂടുന്ന അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, അവനും അത്രയൊന്നും പഠിക്കുകയില്ലായിരുന്നു. എന്നാൽ അജോ തോമസിന്റെ അച്ഛന് അതൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. അയാൾക്ക് എപ്പോഴും ഡ്രോയിങ് പഠിക്കുന്നത് കൊണ്ടായിരുന്നു പ്രശ്നം. പിന്നെ അതുകൂടാതെ അയാളുടെ ഭാര്യയോട് പറയുന്നുണ്ട് ഇവരെ വേറെ സ്കൂളിലേക്ക് ചേർത്തിയാലോ എന്ന്. പക്ഷെ അയാളുടെ ഭാര്യ പറയും സാരമില്ല, നമുക്ക് നോക്കാം. ഇതേ സമയം വിഷ്ണു രാധാകൃഷ്ണന്റെ വീട്ടിൽ അവരുടെ അച്ഛൻ ഈ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഇവനെ മാറ്റണം എന്നും അതുപോലെ അപ്പോൾ അയാളുടെ ഭാര്യ അയാളോട് ചൂടാവുകയും അവസാനം അയാൾ തൻ്റെ മകൻക്ക് അവനേക്കാൾ, അജോ തോമസിനേക്കാൾ ഒരു മാർക്കേൽ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മനസ്സാ വാച പറയുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവർ ഉറങ്ങുന്നു. പിന്നീട് പിറ്റേ ദിവസത്തെ സ്കൂളാണ് കാണിക്കുന്നത്. സ്കൂളിൽ ഇവർ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സ് ആവുന്നു. അങ്ങനെയാണ് ഇവരുടെ ഇടയിലേക്ക് ഒരു മുഖ്യ ശത്രു വരുന്നത്. ഇവർ രണ്ടുപേരും ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചു വരുമ്പോൾ ഒരാൾ കൈ കാട്ടി ഇവരെ തടഞ്ഞു നിർത്തുന്നു. ഇതേ സമയം വിഷ്ണു രാധാകൃഷ്ണൻ അവൻ്റെ കണ്ണട വെക്കുന്നു. അവൻ ചോദിക്കുന്നു, വിഷ്ണു അജുവിനോട് ചോദിക്കുന്നു ഇവൻ ആരാടാ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, വന്ന ആൾ പറയുന്നു, എടാ സാനിയ തന്ന മിഠായി അതായത് എൻ്റെ മിഠായി നിങ്ങളുടെ അടുത്തല്ലേ തന്നെ, അതെവിടെ, അത് മര്യാദക്ക് തന്നോന്ന്. ഇതേ സമയം അജോയും വിഷ്ണുവും പറയുന്നു, എടാ അത് ഞങ്ങൾ കഴിച്ചു എന്ന്. അപ്പോൾ അവര് തുറച്ചു നോക്കുമ്പോൾ വേറൊരാൾ വരുന്നു. അതാണ് നമ്മുടെ മൂസ വന്നുകൊണ്ട് പറയുന്നു, ഇന്നാ മുട്ടായി, ഇത് നീ എടുത്തോ, ഇതെൻ്റെ
ഉപ്പ ഷാർജയിൽ നിന്ന് കൊടുക്കുന്ന സ്പെഷ്യൽ മിഠായിയാണെന്ന്. അങ്ങനെ അവൻ അത് കഴിച്ച് ബായ് എന്ന് പറഞ്ഞ് പോകുന്നു. അങ്ങനെ ഇവരുടെ ഇടയിലേക്ക് മൂസ എന്ന ക്യാരക്ടർ വരുന്നു. ആള് കുറച്ച് തടിയുള്ള ഒരാളാണ്, പക്ഷെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഹെഡ് മാസ്റ്ററിൻ്റെ റൂമാണ്. അവിടെ ജഗദീഷ്, അയാളുടെ മകനാണ് നേരത്തെ വന്ന് മുട്ടായി വാങ്ങിപ്പോയത്. അയാൾ ഹെഡ് മാസ്റ്ററോട് പറയുന്നു, എൻ്റെ മകൻ ഇവിടെ നന്നായി പഠിക്കുന്ന ഒരാളാണ്, എന്നാൽ ഇവരുടെ അച്ഛന് കൊടുക്കുന്ന ഒരു ഗുളികയാണ് എൻ്റെ മകൻക്ക് കൊടുത്തത്, അതുമൂലം അവൻക്ക് തീരെ വയ്യാതായെന്നും പറയുന്നു. ജഗദീഷിൻ്റെ ബാക്കിലായി ഇവരുടെ 3 പേരുടെ അച്ഛന്മാരും നിൽക്കുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ രാധാകൃഷ്ണൻ, തോമസ്, അതേപോലെ നേരത്തെ ജൂനിയർ ഹോർലിക്സ് എന്ന് പറഞ്ഞില്ല അയാളും. അങ്ങനെ ഇവരെല്ലാവരെയും ഓഫീസിൽ വിളിച്ചിരുത്തിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അച്ഛനമ്മമാർ അവരെ തുടിച്ചു നോക്കുകയും ഇനി കുഴപ്പമില്ല നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയുകയും ചെയ്യുന്നു. ഹോസ്പിറ്റലിലേക്കുള്ള ഫീ എന്തെങ്കിലും കൊടുത്താൽ മതി, ഇത് ഞാൻ ഒഴിവാക്കിക്കോളാം എന്ന് ഹെഡ് മാസ്റ്റർ പറഞ്ഞു അവരോട് അവിടെ നിന്ന് പോവാൻ പറയുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം ഹെഡ് മാസ്റ്റർ തൻ്റെ വടിയെടുത്ത് അവരെ പൊതിരെ തല്ലുന്നു. ഇത് കാണുന്ന മൂസയുടെ അച്ഛന് സങ്കടമാവുന്നുണ്ടെങ്കിലും ആരും അത് എതിർക്കുന്നില്ല. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ഇവർ അടിച്ച ഭാഗത്ത് ഉയിഞ്ഞുകൊണ്ട് 3 പേരും നടന്നു പോകുന്നതാണ്. ഇതേ സമയം മൂസ പറയുന്നു, എടാ അങ്ങോട്ട് നോക്കടാ, അവിടെ സിപ്പപ്പ് ഉണ്ടടാ, നിങ്ങൾ സിപ്പപ്പ് കഴിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നു. അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി, മൂസക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന്. ഇതേ സമയം രാധാകൃഷ്ണൻ പറയുന്നു ഞങ്ങൾക്കൊന്നും വേണ്ടേന്ന്. അപ്പോൾ മറ്റവരും പറയുന്നു ഞങ്ങൾക്കും വേണ്ട. ജോ തോമസും പറയുന്നു എനിക്കും വേണ്ടാന്ന്. എടാ 50 പൈസ ഉള്ളടാ എന്ന് പറയുമ്പോൾ അവർ 2 പേരും ഞങ്ങളുടെ അടുത്ത് പൈസ ഇല്ല എന്ന് പറയുന്നു. എന്നാൽ ഞാൻ കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ കടയിലേക്ക് പോവുകയും കടയിലുള്ള ആൾ ചോദിക്കുന്നു നിങ്ങൾക്ക് എത്ര രൂപയുടെ സിപ്പപ്പാണ് വേണ്ടതെന്ന്. അപ്പോൾ 50 പൈസയുടെ മതി എന്ന് പറയുന്നു. 2 രൂപയുടേതും ഉണ്ട്, അത് പാലിൻ്റേതാണെന്ന് പറയുമ്പോൾ മൂസ പറയുന്നു പാല് എന്നും നമ്മൾ കുടിക്കുന്നതല്ലേ, ഇതാണ് ബ്യൂട്ടി എന്ന്. ഇതിൽ ബ്യൂട്ടി എന്ന വേർഡിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അങ്ങനെ അവർ അത് കഴിക്കുന്നു. അപ്പോൾ മൂസ പറയുന്നു ഇനി നാളെ മുതൽ നിങ്ങൾ എനിക്ക് മേടിച്ചു തരുന്നത്, അതിന് ഞങ്ങൾക്ക് എവിടുന്ന പൈസ എന്ന് പറയുന്നു. പിന്നീട് മൂസ പറയുന്നു ഇതൊന്നും നമ്മൾക്ക് നല്ലതല്ലാന്ന്. അപ്പോൾ അവരത് തുപ്പുന്നു. അപ്പോൾ പറയുന്നു എന്നിട്ട് നമ്മൾ മരിക്കുന്നൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നമുക്കിത് കുടിക്കാമെന്ന് പറഞ്ഞ് അതാണ് ബ്യൂട്ടി എന്ന് പറയുന്നു. വീണ്ടും അവൻ ബ്യൂട്ടി എന്ന് പറയുന്നു. അങ്ങനെയാണ് ഇവരുടെ കഥ ഇങ്ങനെ തുടങ്ങുന്നത്. ഇത് എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ എല്ലാ ആഴ്ചയും നമ്മൾക്ക് സ്റ്റാമ്പ് വാങ്ങാനെന്ന് പറഞ്ഞ് കുറച്ച് പൈസ വാങ്ങാം. അതിൽ 1.50 പൈസ നമ്മൾ ഉപയോഗിക്കുക, ബാക്കി 50 പൈസ ശേഖരിച്ച് വെച്ച് നമുക്ക് ഫ്രൈഡേ ഇത് വാങ്ങാം എന്ന് പറയുന്നു. അങ്ങനെ ഇവരത് 2 പേരോ പറയുന്നുണ്ട്. പിന്നീട് ഇവർ വലുതായതിൻ്റെ ശേഷമുള്ള കാര്യമാണ്. മിൽക്ക് വാങ്ങാനുള്ള പൈസ 8 രൂപ, ബാക്കി 2 രൂപ സേവിങ് ചെയ്ത് നമുക്ക് എന്നും സോഡ കുടിക്കാമെന്ന് പറയുന്നു. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ സേവിങ്ങിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയാം. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മൂവി കാണുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഇവർ പിന്നെ വലുതായതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അതായത് എന്താണ് കോളേജ് പ്രൊജക്റ്റ് 3000 രൂപ വാങ്ങാം, 2500 രൂപ കോസ്റ്റ്, ബാക്കി 500 നമുക്ക് ഇതുപോലെ കള്ളടിക്കാൻ വേണ്ടി ഉപയോഗിക്കാമെന്ന് പറയുന്നത്. അതാണ് റിയൽ ബ്യൂട്ടി എന്ന് പറയുന്നത്. വീണ്ടും പഴയ കാലത്തേക്ക് തന്നെയാണ് ഈ മൂവി നമ്മളെ കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് ഇവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായി ദ റിയൽ ബ്യൂട്ടി ഇവരുടെ ക്ലാസ്സിലേക്ക് വരുന്നത്. അതായത് ക്ലാസ് 4Bയിലെ ന്യൂ അഡ്മിഷൻ ഡെയ്സി എന്നാണ് അവളുടെ പേര്. അങ്ങനെ ഇവർക്ക് 3 പേർക്കും അവളെ ഇഷ്ടമാവുന്നു. ഫസ്റ്റ് സൈറ്റ് അടിക്കുന്നു. നമ്മുടെ രാധാകൃഷ്ണൻ അവൻ്റെ കണ്ണടയ്ക്ക് വെച്ച് സൂക്ഷിച്ച് നോക്കുന്നു. പിന്നീട് ഒരു പാട്ടാണ് കാണിക്കുന്നത്. അവർ 3 പേരും അവളുടെ പുറകെ നടക്കുന്നതും അവരോരോ കാര്യങ്ങൾ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ.
അങ്ങനെ പിന്നെ കുറച്ച് വായ്നോട്ടവും ഒക്കെ ആയി അവരങ്ങനെ പോകുന്നു. എന്നാൽ ഇതിനു മുമ്പ് ഒരു ക്യാരക്ടർ ഇതിൽ വന്നു പോയിട്ടുണ്ടായിരുന്നല്ലോ, തൻ്റെ മിഠായി താ എന്ന് പറഞ്ഞ് അവനക്ക് ഗ്രാൻഡ് ഫാദറിൻ്റെ മരുന്നെടുത്ത് കൊടുക്കുന്ന ആ സീനിലെ ആ പയ്യൻ, അവൻ തന്നെ. അവനും രാധികയും ഭയങ്കര ഫ്രണ്ട്സാണ്. അങ്ങനെ പിന്നെ ഇവൻ്റെ പുറകെ നടന്നു. അവസാനം മൂസ പറഞ്ഞു, ഇനി എന്തെങ്കിലും ഈ പേരും പറഞ്ഞാണ്ട് വിവേകും അതേപോലെ തന്നെ അജോ തോമസും തമ്മിൽ പൊലിഞ്ഞ അടിയായി. വിവേകല്ല, വിഷ്ണുവും അജോ തോമസും. അങ്ങനെ മൂസ പറഞ്ഞു, ഇനി ഇതിലൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിങ്ങൾ രണ്ടുപേരും അവളോട് പോയി ഇഷ്ടമാണെന്ന് പറയാം. അപ്പോൾ അവൾക്ക് ആരെയാണ് ഇഷ്ടമെന്ന് അറിയാമല്ലോ. അതിനുവേണ്ടി അവർ അവളുടെ ബർത്ത്ഡേക്ക് ഡയറി മിൽക്ക് കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ അവർ കടയിലേക്ക് പോയി ഡയറി മിൽക്ക് വാങ്ങുന്നു. അത് വാങ്ങുമ്പോൾ അവിടെ ഒരു കോമഡി സീനുണ്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞ് കേടുവരുത്തുന്നില്ല, അത് നിങ്ങൾ കണ്ടാൽ മതി. പിന്നെ ഇതിനിടയിൽ ഇവളുടെ പുറകെ നടക്കുമ്പോൾ ഓരോ കോമഡി സീനൊക്കെ ഉണ്ട് കേട്ടോ. വിഷ്ണുവും അതേപോലെ തന്നെ അജോ തോമസും തമ്മിൽ ഒരുപാട് അടി കൂടുകയും ക്ലാസ്സിൽ നിന്ന് അവളെ നോക്കുന്നത് കാണുമ്പോൾ ഇതാക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനിടയിൽ നേരത്തെ വന്ന ആ പയ്യനുമായിട്ട് ഇവർ ഉടക്കണവും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ സത്യം പറഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്ക് രാധികയെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇവർ പിന്നെ കടയിലേക്ക് പോകുന്നതാണല്ലോ നേരത്തെ പറയുന്നത്. അവിടെ പോയി ഡയറി മിൽക്ക് പറയുന്നു. 10ൻ്റെ 2 ഡയറി മിൽക്ക് വേണമെന്ന് മൂസ പറയുമ്പോൾ 10ൻ്റെ ഇപ്പോൾ ഇറങ്ങുന്നില്ല, 20ൻ്റെ ആണെന്ന് പറയുന്നു. അപ്പോൾ മൂസ പറയുന്നു, എന്നാൽ അത് തന്നാളിയെന്ന്. അപ്പോൾ മറ്റേ 2 പേരും പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്ക് 2 പേർക്കും ഓരോന്നീച്ച് വേണമെന്ന്. പക്ഷേ കയ്യിലാണെങ്കിൽ പൈസ ഇല്ല. അങ്ങനെ മൂസ പറയും, ഒരു ഐഡിയ ഉണ്ട്, ഞാൻ കൊണ്ടുപോയി കൊടുത്താളാം എന്ന്. അപ്പോൾ അവരവനെ അയ്യടാ എന്ന് പറഞ്ഞ് കളിയാക്കി. മൂസ ഏതായാലും അത് വാങ്ങി അവർക്ക് 2 പേരോടും കൂടി പറഞ്ഞ്, നിങ്ങൾ 2 പേരും കൂടി കൊണ്ടുപോയി കൊടുത്താൽ മതിയെന്ന്. അങ്ങനെ അവർ 2 പേരും കൂടി അത് കൊണ്ടുപോയി കൊടുക്കുന്നു. ആ കൊണ്ടുപോയി കൊടുക്കുന്ന സീനൊക്കെ ഭയങ്കര കോമഡി ആട്ടോ. അങ്ങനെ അവരെ ഹാപ്പി ബർത്ത്ഡേ ഡൈസി എന്ന് പറഞ്ഞ് അവൾക്ക് മിഠായി കൊടുക്കുന്നു. അവൾക്ക് മിഠായി കൊടുക്കുമ്പോഴാണ് ഒരു സസ്പെൻസ് പൊളിയുന്നത്. അവൾ പറയുന്നു, മൂസ എന്നോട് പറഞ്ഞു നിങ്ങളെ അവന് കൊടുത്തയച്ച ഗിഫ്റ്റുമായിട്ട് വരുന്നുണ്ടെന്ന്. ഇത് കേട്ട് അവർ കളി തുള്ളുന്നു. ഇതേ സമയം മൂസയെ കാണിക്കുന്നു. അവന് അത് ആലോചിച്ച് പൊട്ടിച്ചിരിക്കുന്നത് കാണിക്കുകയാണ്. ഇതൊക്കെ ഭയങ്കര അടിപൊളിയാട്ടോ. ഇതിൽ മൂസ എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല അടിപൊളി ക്യാരക്ടറാണ്. മൂപ്പര അഭിനയമാണ് ഇതിലേറ്റവും അടിപൊളി. കോമഡീസിലൊക്കെ മൂപ്പരുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാര്യം പറയാം. അങ്ങനെ ഇവർ 2 പേരും ദേഷ്യത്തിൽ മൂസയെ തന്നെ പോവുകയും അങ്ങനെ അവർ തമ്മിൽ സ്കൂൾ പരിസരത്ത് വെച്ച് ഭയങ്കരമായ അടി ഉണ്ടാവുകയും ചെയ്യുന്നു. ആ സീന് ഭയങ്കര രസമുണ്ട്. എന്നാലും ഇവരെ ഫ്രണ്ട്ഷിപ്പൊന്നും നിർത്തുന്നില്ല. അങ്ങനെ ഇവർ മുന്നോട്ട് തന്നെ പോകുന്നു. അങ്ങനെ മൂസയോട് പറയുന്നു, നീ അല്ല ഈ ഗിഫ്റ്റ് മേടിച്ചത്, ഞങ്ങൾ 2 പേരുമാണെന്ന് നീ അവളോട് പറയണമെന്ന് പറഞ്ഞാൽ അവളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോഴാണ് ആ ഒരു സംഭവം അവർക്ക് മനസ്സിലാവുന്നത്. രാധികയും നമ്മൾ നേരത്തെ കണ്ട മിഠായി വേണം എന്ന് പറഞ്ഞ ആ പയ്യനും തമ്മിൽ ഇഷ്ടത്തിലാണ്. അത് കാണുന്നതോടുകൂടി ഇവർക്ക് 3 പേർക്കും സങ്കടമാവുകയും ഇനി ഒരിക്കലും ജീവിതത്തിൽ ഒരു പെണ്ണ് വേണ്ട, ഒരു പെണ്ണിൻ്റെ ഇതിൽ വീഴില്ല എന്നൊക്കെ പറയുന്നു. മാത്രമല്ല അവർ കൊടുത്ത ചോക്ലേറ്റ് അവന് വേണ്ടി കൊടുക്കുകയും അവൻ്റെ മുഖം തോർത്തി കൊടുക്കുന്നതും കണ്ട് അവർക്ക് ദേഷ്യം വരുന്നു. അങ്ങനെ അന്ന് മുതൽ അവർ 2 ഡിസിഷൻ എടുത്ത്. ഒന്ന്, ഇനി മേലാൽ ഡയറി മിൽക്ക് കഴിക്കില്ല എന്നും അതുപോലെ തന്നെ അങ്ങനെ ആ സീൻ കട്ടായതിൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണിൻ്റെ പുറകെ പോകില്ല എന്നുമാണ് നമ്മൾ അജോ തോമസും വിഷ്ണുവും 3 പേരും കൂടി പാലൈസ് കഴിക്കുന്നതാണ്. അപ്പോൾ ഇവരിപ്പോൾ സിപ്പപ്പ് എന്നൊക്കെ മാറി പാലൈസ് കഴിക്കണ ആ ഒരു പ്രായത്തിലേക്ക് എത്തി. അപ്പോൾ അജോ തോമസ് വിഷ്ണുവിനോട് പറയാണ്, എടാ നമ്മൾ ഓഫീസ് റൂമിലൊക്കെ നിൽക്കുമ്പോൾ ഹെഡ് മാസ്റ്റർ റൂമിൽ നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി വരാറില്ല, ഓൾ എന്നെ നോക്കി ചിരിക്കാറുണ്ടെന്ന് പറയുന്നു. അപ്പോൾ മൂസ ചോദിക്കുന്നു, ഏത് ആ വടിയും കൊണ്ട് വരുന്ന ആ പെണ്ണോന്ന് ചോദിക്കുന്നു. അപ്പോൾ വിഷ്ണു പറയുന്നു, എടാ അവൾ എന്നെയും നോക്കി ചിരിക്കാറുണ്ടെന്ന്. ഇത് കേൾക്കുന്ന മൂസ പറഞ്ഞു, നിങ്ങൾക്ക് 2 ആൾക്കും വട്ടാണ്, നിങ്ങൾ ഈ പരിപാടി നിർത്തണം. നാളെ മുതൽ ഞാൻ പഠിക്കാൻ പോവാണ്. ഇനി നമ്മൾ നന്നായി പഠിച്ചാലേ നമുക്ക് 2 വർഷം ഇവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്ന്. അതിന് നമുക്ക് ഒരു കാര്യമാണ് മനസ്സിലാവുന്നത്, അതായത് ഇവരിപ്പോൾ 10ാം ക്ലാസ്സിലാണെന്ന്.
അങ്ങനെ ഇവർ നാളെ മുതൽ നമുക്ക് എന്തായാലും പഠിക്കാമെന്ന് അജോ തോമസും പറയുന്നു. അങ്ങനെ ഇവർ ഒരു ആൽമരച്ചോട്ടിലിരുന്ന് അതൊരു തീരുമാനമെടുക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോമിസ് ചെയ്യുകയും ചെയ്യുന്നു. നാളെ മുതൽ നമ്മൾ ആ തീരുമാനം എടുക്കുന്നു, നാളെ മുതൽ നമ്മൾ അടിയും പിടിയും നടക്കില്ല, നമ്മൾ പഠിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ്. അങ്ങനെ ആ എടുത്തതും അപ്പോൾ ഒരു കാറ് അതിലൂടെ പാഞ്ഞു പോകുന്നു. അതിൽ നിന്ന് അവരുടെ മുഖത്തേക്കും ശരീരത്തേക്കൊക്കെ ചെളി തെറിക്കുന്നു. ഇത് കണ്ട് മൂസ കലിപ്പിൽ എഴുന്നേറ്റെങ്കിലും മറ്റുള്ളവർ തടയുന്നു. വേണ്ട, നമ്മളിപ്പോഴല്ലേ തീരുമാനമെടുത്തതെന്ന് പറയുന്നു. അപ്പോൾ കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് തലയിട്ട് സോറി മോനെ എന്ന് പറയുന്നു. ഇപ്പോൾ ഇവർ കുഴപ്പമില്ല എന്ന് പറയുന്നു. പക്ഷേ ആ കാറ് മുന്നോട്ട് നീങ്ങാതെ പെട്ടെന്ന് ആ കാറിൻ്റെ ചില്ല് തകർത്തുകൊണ്ട് ഒരു കല്ല് അവരുടെ കാറിൻ്റെ നേരെ വരുന്നു. അപ്പോൾ അത് ആരാടെ എറിഞ്ഞു എന്ന് പറഞ്ഞ് കാറിൻ്റെ ഉള്ളിലുള്ള ആൾ നോക്കിയപ്പോൾ ഇവർക്ക് മൂന്നാൾക്കും പിറകെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മൂസ ചോദിച്ചു, ഇവൻ ആരാടാ എന്ന്. അത് കേട്ട് മറ്റുള്ളവർ, ആർക്കറിയാം ഇവൻ ആരാന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ആരാടാ ഞങ്ങളെ സ്കൂളിലെ പിള്ളേരെ മേത്ത് ചെളി തെറിപ്പിച്ച് പോകുന്നത്, ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാ എന്ന് പറയുന്നു. പിന്നെ ആ സീൻ കട്ടായി പിന്നെ കാണിക്കുന്നത് ഓഫീസ് റൂമിലാണ്. ഓഫീസ് റൂമിൽ വെച്ച് ഹെഡ് മാസ്റ്റർ ചോദിക്കുന്നു, നിങ്ങളെന്തിനാണ് പുറത്തുള്ള ആളുകളെ തല്ലാൻ പോയത് എന്ന്. അത് കേട്ട് നിങ്ങൾ ഇവനും തമ്മിൽ എന്താ പരിചയമെന്ന് ചോദിച്ചപ്പോൾ മറ്റവൻ പറയുന്നു, എടാ എന്നെ നിങ്ങൾക്കറിയില്ലേ എന്ന് പറയുന്നു. അപ്പോൾ മൂസയും അജോ തോമസും വിഷ്ണുവും പറയുന്നു, ഇല്ല ഞങ്ങൾക്കറിയില്ല എന്ന്. ഇത് കേട്ട് മറ്റവൻ പറയുന്നു, എടാ ഞാൻ 10Dയിലുള്ള അബ്ദുൽ കലാമാണെന്ന്. ഇത് കേൾക്കും മറ്റെല്ലാവർക്കും ചിരി വരുന്നു. അപ്പോഴാണ് ഒരു ടീച്ചർ ഒരു സ്റ്റുഡൻറ്റിനെ അങ്ങോട്ട് വരുന്നു. വേറെ ആരുമല്ല, നമ്മൾ സാഫ്റ്റ് ബോയിൽ കണ്ടിട്ടുള്ള മറ്റേ ആളാണ്. അപ്പോൾ അവന് ടീച്ചർ പറയുന്നു, ഇവൻ ഒരു സാറെ അടിച്ചു എന്ന് പറയുന്നു. അപ്പോൾ നീ എന്തിനാണ് രാജൻ സാറെ അടിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നു, അതിനു മുമ്പ് ഹെഡ് മാസ്റ്റർ ചോദിക്കും, എന്താടാ നിൻ്റെ പേരെന്ന്. അപ്പോൾ അവൻ പറയുന്നു, വിവേകാനന്ദൻ. ഇത് കേട്ട് സാറിന് കലിപ്പ് വരുന്നു. ഒരാൾ അബ്ദുൽ കലാമും ഒരാൾ വിവേകാനന്ദനും. നിങ്ങൾ രണ്ടുപേരും ആ പേരിനെ പറയിപ്പിക്കാനായിട്ട് നിൽക്കുന്നവരാണെന്ന് പറയുന്നു. നിങ്ങൾക്ക് ആരാടാ ഈ പേരിട്ടെന്നും കൂടി അയാൾ ചോദിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആ ഹെഡ് മാസ്റ്റർ അവനോട് ചോദിക്കുന്നു, നീ എന്തിനാണ് രാജൻ സാറെ അടിച്ചതെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അയാൾ എന്നും എന്നോട് ഹോംവർക്ക് എഴുതി കൊണ്ടുവരാൻ വരും, അപ്പോൾ ഞാൻ എഴുതാറില്ല എന്ന്. പിന്നെ ഹോംവർക്ക് എഴുതി കൊണ്ടുവരുമ്പോൾ എഴുതാത്തവരെ ഞങ്ങൾ പൂജിക്കുകയാണ് വേണ്ടതെന്ന് ഹെഡ് മാസ്റ്റർ ചോദിക്കുമ്പോൾ അവൻ പറയും, അതല്ല സംഭവം, അയാൾ എന്നും പറഞ്ഞെങ്കിലും ഞാൻ ഇന്ന് നന്നാവാം എന്ന് വിചാരിച്ച് ഞാൻ ഇന്ന് ഹോംവർക്കൊക്കെ എഴുതി കൊടുന്നു. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, നീ ഇത് എവിടുന്ന് അടിച്ചു മാറ്റി എഴുതിയതാണെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് കലിപ്പ് വന്നു. അതിനേക്കാൾ കൂടുതൽ അയാൾ എന്നെ കള്ളൻ എന്നും കൂടി വിളിച്ചപ്പോഴാണ് എനിക്ക് കലി കയറിയതും ഞാൻ തിരിച്ചടിച്ചതും എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന സാറ്, നിങ്ങളുടെ പാരൻസിനെ ഞാൻ വിളിക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇത് കേട്ട് ചിരിച്ച മൂസയും അവർ മൂന്നാളും അവർക്കും പാരൻസിനെ വിളിക്കുമെന്ന് പറയുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ പുറത്തിറങ്ങുമ്പോൾ അബ്ദുൽ കലാം പറയും, എടാ നമ്മൾ ഫ്രണ്ട്സ് ആയില്ലേ എപ്പോന്ന്. അപ്പോൾ മറ്റേ 3 പേരും പറയും, ഇല്ല ഞങ്ങൾക്ക് നിങ്ങളായിട്ട് താല്പര്യമില്ല ഫ്രണ്ട്സ് ആവാൻ എന്ന് പറയുന്നു. പിന്നീട് അവർ ഇടക്കിടക്ക് കാണുകയും അതുപോലെ തന്നെ ഓഫീസ് റൂമിൻ്റെ മുന്നിലെ സ്ഥിരം കക്ഷികളുമായതുകൊണ്ട് അവർ പിന്നീട് 3 പേരിൽ നിന്ന് 5 പേരിലേക്ക് മാറാനായി അധിക സമയം എടുത്തില്ല. അങ്ങനെ അവരിപ്പോൾ 5 പേരായി. അതായത് മൂസ, അജോ തോമസ്, വിഷ്ണു, വിവേകാനന്ദൻ ആൻഡ് അബ്ദുൽ കലാം. ഇപ്പോൾ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് 5 ആളുകളായി മാറി. അങ്ങനെ അത് കഴിഞ്ഞ് പാരൻസിനെയൊക്കെ വിളിപ്പിച്ചു. അങ്ങനെ അത് അവിടെ നിന്ന് കഴിഞ്ഞു. അതിന് ശേഷം പിന്നീട് അബ്ദുൽ കലാം പറയുന്നു, എടാ എൻ്റെ ഒരു കിടിലൻ CD ഉണ്ടെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന മറ്റവർക്കെല്ലാം കാര്യം മനസ്സിലാക്കുകയും അപ്പോൾ മൂസ പറയുന്നു, എന്നാൽ എൻ്റെക്ക് പ്ലെയറും ഉണ്ടടാന്ന്. അപ്പോൾ വിഷ്ണു എതിർക്കുന്നു, വേണ്ടടാ അതൊന്നുമില്ല, നമ്മളിപ്പോൾ ഒരു പ്രശ്നത്തിൽ നിന്ന് എണീറ്റല്ലേ ഉള്ളൂ, വേണ്ടാന്നൊക്കെ പറയുന്നു. പക്ഷെ ഉണ്ടെങ്കിൽ പോരടാ എന്ന് പറഞ്ഞ് കിടിലനാണെന്ന് പറഞ്ഞാൽ ഇവർ IT റൂമിൽ പോകുന്നു. IT ക്ലാസ്സിൽ ഇവർ ഈ പടം ഇതിലേക്ക് ഇടുന്നു, CD ഇടുന്നു. നിർഭാഗ്യം എന്ന് പറയട്ടെ, CD അതിൽ കുടുങ്ങി പോകുന്നു. വേറെ ഒന്നുമല്ല, കറണ്ട് പോകുന്നു. അങ്ങനെ വീണ്ടും സീനാകുന്നു. സാറ് പിടിക്കുന്നു. പക്ഷേ സാറ് പിടിക്കുന്നതിന് മുമ്പ് തന്നെ മൂസ അതിനൊരു വഴി കണ്ടെത്തുന്നു. ആ CD നമ്മുടെ പടുവിൻ്റെ ഡെയ്സിയുടെ ചെക്കൻ്റെ ബാഗിലേക്ക് ഇടുന്നു. അപ്പോൾ
സത്യം പറഞ്ഞാൽ അത് ഡെയ്സിയുടെ ചെക്കൻ്റെ നോട്ട് ബുക്കിൻ്റെ ഉള്ളിലാണ് വെക്കുന്നത്, ബാഗിനുള്ളിൽ. പക്ഷെ അത് ഡെയ്സിയുടെ നോട്ടായിരുന്നു, അത് ഇവർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ആ ചെക്കൻ അപ്പോൾ തന്നെ അത് ഡെയ്സിയുടെ കയ്യിൽ കൊടുക്കുന്നു. അങ്ങനെ ഹെഡ് മാസ്റ്ററും കൂട്ടുകാരൊക്കെ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഡെയ്സിയെ പിടിക്കുന്നു, അവളെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നു. ഇത് മനസ്സിലാക്കിയ മറ്റവൻ, അതായത് ഡെയ്സിയുടെ കാമുകന് മനസ്സിലായി ഇവരാണ് ഈ ചെയ്തതെന്ന്. അങ്ങനെ ഇവർ തമ്മിൽ അടികൂടുകയും വീണ്ടും ഹെഡ് മാസ്റ്ററുടെ മുന്നിൽ ഇവരെല്ലാവരും പേരൻസും ഒത്തുകൂടുകയും ചെയ്യുന്നു. അവിടെ നിന്ന് വിഷ്ണുവിൻ്റെ അച്ഛനും പറയുന്നു, ഇനി ഒരിക്കലും നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഞാൻ പഠിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് എല്ലാവരെയും അവിടുന്ന് പല പല സ്കൂളിലേക്ക് ചേർത്താൻ വേണ്ടി കൊണ്ടുപോകുന്നു. അതോടുകൂടി ആ സീൻ കട്ടാവുന്നു. പിന്നീട് ഒരു സാഡ് സീനാണ്, സങ്കടം. എല്ലാവരും പല വൈക്കായി അങ്ങനെ കാണിക്കുന്നു. എല്ലാവരും വീട്ടിലിരിക്കുന്നു, എല്ലാവരും പഠിക്കുന്നു, മെയിൻ എക്സാമിന് വേണ്ടി ഇതാക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് പിന്നെ കാണിക്കുന്നത് എല്ലാവരും പഠിക്കുകയാണ്. അപ്പോൾ എക്സാം അങ്ങനെ കഴിയുകയാണ്, പക്ഷേ എല്ലാവരും തോൽക്കുകയാണ്. പിന്നീട് പിന്നീട് ഇവരെല്ലാവരും പഠിക്കുകയാണ്. അതിൽ മൂസ എൻട്രൻസിന് വേണ്ടി ചെയ്യാണ്. എല്ലാവരും എൻജിനീയർ ആവാമെന്നുള്ള പ്ലാനിലാണ് ഒരേ കോളേജിൽ പോകാൻ വേണ്ടി. അപ്പോൾ മൂസയുടെ അച്ഛൻ വന്നുകൊണ്ട് പറയും, ഇത് ഭയങ്കര കോമഡി ആയിട്ടുള്ളൊരു സീനാണ്. മൂസയുടെ അച്ഛൻ പറയും, നീ എന്തിനാണ് പൈസ ചിലവാക്കുന്നത്, നിനക്ക് എൻ്റെ കൂടെ പോകുന്നൂടെ, ബഹ്റൈനിൽ കടയിൽ നല്ല ജോലി തരാലോ ഞാൻ എന്ന് പറയുന്നു. അപ്പോൾ അവൻ പറയുന്നത്, എനിക്ക് എൻജിനീയർ ആവണം ഉപ്പ എന്ന് പറയും. അപ്പോൾ ഉപ്പ പറയും, നിനക്ക് അതിനുള്ള ബുദ്ധിയൊന്നും ഇല്ലടാ, നീ എൻ്റെ കൂടെ പോരുമെന്ന് പറയുന്നു. അപ്പോൾ അവൻ പറയും, പറ്റില്ല, എനിക്ക് എൻജിനീയർ. അത് കേട്ട് അവൻ്റെ ഉമ്മ പറയുന്നു, എടാ മോനെ, നിന്നെക്കൊണ്ട് കഴിയില്ലടാ, അത് കേട്ട് ഞാനൊന്ന് ശ്രമിക്കട്ടെ ഉമ്മി എന്ന് പറയുന്നു. അപ്പോൾ അവൻ്റെ ഉമ്മ പറയും, എടാ നിനക്ക് നിൻ്റെ ഉപ്പാൻ്റെ ബുദ്ധിയാണ്, നീ ഒരിക്കലും ജയിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ അവൻ അവിടെ നിന്ന് കളി തുള്ളി എനിക്ക് എൻജിനീയർ ആവണം എന്ന് പറഞ്ഞ് ഓടിപ്പോകുന്നു. ആ സീന് ഭയങ്കര കോമഡിയാണ്. പിന്നെ റിസൾട്ട് വരുമ്പോൾ ഇവർ 4 പേർക്കും കിട്ടുന്നു, വിവേകാനന്ദന് കിട്ടുന്നില്ല. അങ്ങനെ അവൻ വേറെ കോളേജ് തരുന്നു, ഇവരെല്ലാവരും ഒരേ കോളേജിൽ പോകുന്നു. വിഷ്ണുവിനും കിട്ടുന്നില്ല. അതുകൊണ്ട് അവൻ്റെ അച്ഛൻ പറയുന്നു, പൈസ കൊടുത്താണേലും ഞാൻ നിന്നെ എൻജിനീയർ ആക്കുമെന്ന് പറഞ്ഞ് അവനെ ആ കോളേജിൽ ചേർക്കുന്നു, വേറൊരു കോളേജ് ചേർക്കുന്നു. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിൻ്റെ അമ്മയും അവൻ്റെ അച്ഛൻ്റെ ചേട്ടനും കൂടി കടയിൽ പോകുമ്പോൾ അവിടെ അബ്ദുൽ കലാമിൻ്റെ അമ്മയെ കാണുന്നു. അവൻ പറയുന്നു, മക്കൾ ഇപ്പോൾ പാസ്സാവുന്നില്ലല്ലോ എക്സാമിലൊന്നും, ഇതിന് കാരണം അവരുടെ കൂട്ടുകെട്ട് പോയതാണ്, നമുക്ക് അവരെ ഒന്നിപ്പിക്കാം, ഏത് കോളേജിലാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയുമോ എന്ന് പറയുന്നു. ആദ്യം വിഷ്ണുവിൻ്റെ അമ്മ പറയാൻ മടിക്കെങ്കിലും പിന്നീട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ കാണിക്കുന്നത് വിഷ്ണു കോളേജിലേക്ക് പോകുന്നതാണ്. കോളേജിൽ പോകുമ്പോൾ നേരെ കാണുന്നത് നമ്മുടെ ഡെയ്സിയെ ചെക്കനാണ്. അങ്ങനെ അവൻ ഇവനെ അടിക്കുകയും അപ്പോഴാണ് 4 ഭാഗത്തു നിന്നുമായി ഇവരുടെ ഫ്രണ്ട്സ് മൂസ, അതുപോലെ തന്നെ അജോ തോമസ് ആൻഡ് അബ്ദുൽ കലാം, അതുപോലെ തന്നെ നമ്മളെ പിന്നെ വിഷ്ണുവും അത്ര തന്നെ 3 പേരും 4 ഭാഗത്തുനിന്നായി വരുന്ന അങ്ങനെ അവർ തമ്മിൽ കൂട്ടാടിയാവുന്നു. പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് വിളിക്കുന്നു. അങ്ങനെ വീണ്ടും പ്രശ്നങ്ങളൊക്കെ ആവുന്നു. ഇതിനിടയിൽ ഒത്തുതീർപ്പാക്കാവുന്ന സാറെ അബ്ദുൽ കലാം സ്റ്റുഡൻ്റ് ആണെന്ന രീതിയിൽ ചവിട്ടുന്നു. അങ്ങനെ അതും സീനായി. വീണ്ടും അച്ഛനമ്മമാർ വരുന്നു. വിഷ്ണുവിൻ്റെ അച്ഛൻ പറയുന്നു, നിങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു, ഇനി ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞാൽ അവൻ അവിടുന്ന് പോകുന്നു. അങ്ങനെ മൂസയുടെ അച്ഛനാണ് പിന്നീട് അതൊക്കെ ഒത്തുതീർപ്പാക്കി തിരിഞ്ഞു പോകുന്നത്. പിന്നീട് ഇതിനിടയിൽ പല സംഭവവികാസങ്ങളും ഉണ്ടാകുന്നു. ഇവർ ബസ് സ്റ്റോപ്പിൽ നിന്ന് വായി നോക്കുന്നു, ഒരു പെണ്ണിനെ വിഷ്ണുവിന് ഇഷ്ടമാവുന്നു. അതേസമയം വേറൊരാൾ അവിടെ വായി നോക്കുന്നു, അതാണ് ഹാഷിറ. അങ്ങനെ അവർ തമ്മിൽ അടിയാവുന്നു. അങ്ങനെ ഹാഷിറ അവസാനം ഹോസ്പിറ്റലാകുമ്പോൾ ഇവർ 2 പേരും കൂടി പറയുന്നു, നമ്മൾ 2 പേരല്ലാതെ വേറെ ആരോ ആ പെണ്ണിനെ നോക്കരുതെന്ന്. അങ്ങനെ ആ സീൻ അവിടെ കട്ടാവുന്നു. പിന്നീട് വീട്ടിലുള്ള ഓരോ കാര്യങ്ങളാണ്. ഡെയ്സിയുടെ കാമുകൻ്റെ അച്ഛനാണ് ജഗദീഷ്. മൂപ്പര് വന്ന് അവനോട് പറയുന്നു, നീ നന്നായി പഠിക്കണം, നീ എന്തിനാണ്, പിന്നെ പഠന കാര്യങ്ങൾ ചോദിക്കുന്നു, നീ എന്തിനാണ് വീട്ടിലോട്ട് വന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ വേറൊന്നും കൊണ്ടല്ല, 2 ദിവസം വീട്ടിൽ നിൽക്കാൻ വന്നാണെന്ന് പറയുമ്പോൾ അയാൾ പറയും, പറ്റില്ല, നാളെ തന്നെ തിരിച്ചു പോയിക്കോ, നിനക്ക് പഠിക്കാനൊക്കെ ഉള്ളതെന്ന് പറയുമ്പോൾ അവനക്ക് കുറച്ചൊക്കെ സങ്കടമാവുന്നു. അവനാണ് നമ്മുടെ സാഫ് ബോയ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നീട് നമ്മളെ പുതിയൊരു ഫ്രണ്ടിനെ കിട്ടുന്നുണ്ട്, നമ്മളെ അജു തോമസിനെ, ഒരു ഷോർട്ട് ഹെയറുള്ള. അവളിപ്പോൾ തൽക്കാലത്ത് നമുക്ക് അഞ്ജലി എന്ന് വിളിക്കാം. അങ്ങനെ അവളൊരു ബോയ്സിൻ്റെ കട്ടാണ്, അതായത് ബോയ്സ് ഡ്രസ്സൊക്കെ അണിഞ്ഞ് ആ ഒരു ലുക്കിലാണ് നടക്കുക.
അങ്ങനെ അവർ തമ്മിൽ ഫ്രണ്ട്സ് ആവുകയും അവളൊരു ദിവസം രാത്രി ഒരു ഇന്ന സ്ഥലത്ത് പെടുകയും അവിടെ നിന്ന് അജു തോമസ് അവളെ രക്ഷിക്കുകയും അങ്ങനെ അവർ തമ്മിൽ ചായ കുടിക്കുകയും ചെയ്തു. ഇതിനിടയിൽ അജു തോമസ് അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ബോയ്സിൻ്റെ ഡ്രസ്സും ഈ സമയത്ത് ഇതുപോലെ ഇതാക്കുന്നതെന്ന്, എന്തിനാണ് ഇങ്ങനെ നടക്കുന്നതെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതെന്താ ഞങ്ങൾക്കിങ്ങനെ നടന്നൂടെ എന്ന്, നിങ്ങൾ ബോയ്സിന് മാത്രമേ നടക്കാൻ പറ്റുള്ളൂ എന്ന്. ആ ഡയലോഗ് എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നീട് അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം വിഷ്ണുവിന് ഇപ്പോൾ ഉള്ള പണി എന്ന് പറഞ്ഞാൽ ആ വായി നോക്കുന്ന ആ പെൺകുട്ടിയില്ലേ, അവൾ പറയുന്ന സാധനങ്ങൾ കൊണ്ടു കൊടുക്കലും അജോ തോമസും അഞ്ജലിയും തമ്മിൽ ഫ്രണ്ട്സ് ആയിക്കാണ്ട് അവർ ചായ അടിക്കാൻ പോലും ഭയങ്കര കമ്പനി കേട്ടോ. അങ്ങനെ അജോ തോമസിനെ അവളെ തീർച്ചയായും എന്തായാലും ഇഷ്ടപ്പെടില്ല. അങ്ങനെ അവർ തമ്മിൽ അവനക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ മൂസ പറയും നിങ്ങളത് പോയി പറഞ്ഞു. ഇതിനിടയിൽ ഒരു കോമഡി സീനുണ്ട്, അത് ഞാൻ പറഞ്ഞ് കേട് വെച്ചിട്ടില്ല, അത് നിങ്ങൾ പോയി കണ്ടോണ്ടി. അങ്ങനെ ഇവർ രണ്ടുപേരും ഇവരുടെ ഇഷ്ടങ്ങൾ പറയാൻ വേണ്ടി പോകുന്നു. അവിടെ വെച്ചാണ് നമ്മുടെ അജോ തോമസ് ഇവർ രണ്ടുപേരെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാകുന്നു. പിന്നെ ഇവിടെ അപ്പോഴാണ് നമ്മുടെ പോലീസായിട്ട് ഗുരുവായൂരമ്പലനടയിലുള്ള ആ നടൻ്റെ എൻട്രി. അങ്ങനെ മൂപ്പര് പേര് എനിക്കറിയില്ല, അതുകൊണ്ടാണ്. പിന്നീട് പോലീസ് സ്റ്റേഷനൊക്കെ ആവുന്നു. അങ്ങനെ വിഷ്ണുവിൻ്റെ അച്ഛൻ വിഷ്ണുവിനെ അവിടുന്ന് വീട്ടിലേക്ക് വരണ്ട എന്ന് പറഞ്ഞ് അവനെ അവിടെ ആക്കി പോകുന്നു. ഇത് കണ്ട് മറ്റവന്മാരൊക്കെ അവരുടെ അച്ഛന്മാരോട് പോകുമെങ്കിലും അവർ വിഷ്ണുവിനെ തിരിഞ്ഞു വരുമെങ്കിലും വിഷ്ണുവിനെ അവിടെ കാണില്ല. അപ്പോഴാണ് വിഷ്ണു കോളേജിൻ്റെ മുകൾ കെട്ടിടത്തിൽ നിന്ന് ചാടി മരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് ഇവർ കാണുന്നത്. അങ്ങനെ ഇവർ പറയും, എടാ താഴെ ഇറങ്ങടാ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന്. എന്നാൽ അവൻ പറയും, ഞാൻ ഭയങ്കര തോൽവിയാണ്, ഞാൻ മരിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഫിലിമിൻ്റെ പകുതി വരെ ഭയങ്കര കോമഡി, എന്തായാലും ഫുൾ കോമഡിയാണ്. പക്ഷേ പകുതി വരെ സെൻറ്റിമെൻ്റലൊന്നും ഇല്ലാതെ പോയ ഈ ഫിലിം പകുതി ഇൻ്റർവെൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് സെൻറ്റിമെൻ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതായത് മെയിനായിട്ട് ബോയ്സിൻ്റെ പ്രാരാബ്ദങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ പറഞ്ഞു നിർത്തിയത്. അങ്ങനെ ഇവർ പറയടാ, ഞങ്ങൾക്ക് അറിയിച്ചു വലിയ തോൽവിയാണെന്ന്, ഞങ്ങളും വലിയ തോൽവിയാണ്, അതുകൊണ്ട് ഇറങ്ങി വാടാ എന്ന് പറയുന്നു. അപ്പോൾ അവൻ ആദ്യം ഇറങ്ങിയിടാൻ മടിക്കുമെങ്കിലും പിന്നെ ഇവർ പറയുന്നത് ഞങ്ങൾ പോവുകയാണെന്ന് പറയുമ്പോൾ അവൻ ഇറങ്ങി വരുന്നു. സത്യം പറഞ്ഞാൽ അവനക്ക് മരിക്കാൻ പേടിയാണ്. പിന്നെ അതതിന് വീട്ടിലെത്തി വിഷ്ണുവിൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാവും. അത് ആ ഒരു ഇതിൽ അവന് വീടിൻ്റെ മുകൾ നിലയിൽ നിന്ന് താഴെ ചാടുന്നു. അങ്ങനെ അവന് ഹോസ്പിറ്റലിലൊക്കെ ആവുന്നു. പിന്നീട് ഇവർ പിന്നെ ഈ മൂവി ഇനി ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. ഇവർ പിന്നെ കുറച്ച് പ്രാരാബ്ദങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. അങ്ങനെ വിഷ്ണു ഇവർ കുറച്ചൊരു അകൽച്ച വരികയാണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ഇവർ ഫ്രണ്ട്സൊക്കെ ആയി ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ വീട്ടിലെ ഓരോരോ പ്രാരാബ്ദങ്ങൾ, നാട്ടുകാരെ പ്രശ്നങ്ങൾ. അങ്ങനെ മൂസയുടെ അച്ഛൻ അവനോട് പറയാണ്, നീ പോയി ഒരു വാഴത്തോട്ടം കൃഷി തുടങ്ങിക്കോന്ന്. അതിനിടയിൽ നമ്മുടെ ഡെയ്സിയും ചെക്കനും സെറ്റായി, അവർ കാനഡയിൽ ജോലിയൊക്കെ കിട്ടി, അവർക്കൊരു കുട്ടിയൊക്കെ ഉണ്ടായിട്ടോ. അങ്ങനെ അതിനിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല, ഒക്കെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ട് മനസ്സിലാക്കുക. എന്തായാലും തിയേറ്ററിൽ പോയി കാണാൻ അത്രയ്ക്ക് അടിപൊളിയാണ്. പിന്നെ ലാസ്റ്റ് ഈ ഒരു മൂവിൻ്റെ ഇത് പറഞ്ഞാൽ ഇവരുടെ അച്ഛനമ്മമാർ ഇവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ തുടങ്ങി കേട്ടോ. അങ്ങനെ ലാസ്റ്റ് വാഴക്കൃഷി തുടങ്ങുന്നു. പക്ഷേ നമ്മൾ വിചാരിക്കും അതിലവർ വിജയിക്കുന്നു, പക്ഷെ അതിലവർ പരാജയപ്പെടും. എന്നിട്ട് ഈ കാര്യമൊക്കെ രണ്ട് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവർ ഇൻസ്റ്റഗ്രാമിൽ മറ്റേ സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്ന പിള്ളേരാണ്, നമുക്കൊക്കെ എല്ലാവർക്കും അറിയണ. പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ കാണാറുണ്ട് അവരുടെ വീഡിയോസ്. അവരുടെ അച്ഛൻ ആരാന്ന് പിന്നെയാണ് കാണിക്കുന്നത്, ആ പോലീസായിരിക്കും. അപ്പോൾ പോലീസ് ഇവരോട് പറഞ്ഞ ഡയലോഗ് ഉണ്ടാവും, എന്ത് ലക്ഷ്യമായാലും അത് നിങ്ങളുടെ അച്ഛനമ്മമാർ പറഞ്ഞൊന്ന് നിങ്ങൾ കേൾക്കണ്ട, നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് നിങ്ങൾ നടപ്പാക്കണം. ഇതേ ഡയലോഗ് അവൻ്റെ മക്കളോടും പറഞ്ഞിട്ടുണ്ടാവും. ഇത് അവരുടെ മക്കൾ പോലീസുകാരനോട് പറയുമ്പോൾ അയാൾ പറയാം, അതൊന്നും പറ്റില്ല, ഞാൻ പറഞ്ഞ പോലെ ആയാൽ മതി എന്ന് പറയുന്നു. ഇതേ സമയം മൂസ പറയുന്നു, എടാ ഇപ്രാവശ്യം മഴ ഒന്നുമില്ല എന്നാണ് നമ്പൂതിരി പറഞ്ഞതെന്ന് പറയുന്നു. ആ പറച്ചിൽ കഴിയും മുമ്പേ അവിടെ ഭയങ്കരമായ മഴ വന്ന് അത് ഫുള്ള് ഫ്ലഡായി മാറുന്നു. ഇതേ സമയം ഹാഷിറിനെയും ടീമിനെയും കാണുന്നു. ഹാഷിറിനെ എല്ലാവർക്കും അറിയാമായിരിക്കും, ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര വൈറലാണ്. ആൾക്ക് 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ. അടിപൊളിയാണ്, ആളുടെ വീഡിയോസൊക്കെ അടിപൊളിയാണ്. അങ്ങനെ മൂപ്പരും ചങ്ങായിമാരും കൂടി ഒത്തുകൂടുകയാണ് ഒരു
ചായപ്പീടിയിൽ നല്ല മഴയൊക്കെയാണ്. അങ്ങനെ ഹാഷിർ അവൻ്റെ രണ്ട് ഫ്രണ്ട്സിനോട് പറയാനാണ്, നമ്മൾ പുറത്തൊക്കെ പോയി നല്ല പാർട്ട് ടൈമൊക്കെ ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പറയുന്നു. അപ്പോൾ മറ്റവന്മാരുടെ ചോദിക്കും, നിങ്ങൾ പോയി നിങ്ങളുടെ അടുത്ത് ക്യാഷ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ടോ ഒരുവൻ, എടാ ചേട്ടാ 4 പയമ്പര എന്ന് പറയുന്നു. അപ്പോൾ അവൻ അതിലൊരാൾ പറഞ്ഞു, എൻ്റെ അടുത്ത് പൈസ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ നീ പയമ്പരയുടെ പൈസയും കൊടുത്താളെ എന്ന് പറയുമ്പോൾ അതിനുള്ള പൈസ എൻ്റെ അടുത്തില്ല എന്ന് പറയും. അപ്പോൾ മറ്റവനോട് ചോദിക്കും, മറ്റവനും പറയില്ല. ഒരു പയമ്പരയുടെ പൈസ പോലും ഇല്ലാത്ത നിങ്ങളാണോ അവിടെ അബ്രോഡ് പോരാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ബാക്കിൽ ഒരാൾ പയം തിന്നുണ്ടാവും, ഇവരിൽ ഒരാൾ തന്നെയാണ്. അപ്പോൾ ഇത് കണ്ട ഹാഷിർ അയാളെ നോക്കുമ്പോൾ അയാൾ വേഗം പഴമൊക്കെ ചുരുട്ടി വേഗം അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുന്നു. ഇത് കണ്ട് ഹാഷിർ പറയുന്നു, പയമ്പരയുടെ പൈസ പിന്നെ തരാം ചേട്ടാ എന്ന് പറഞ്ഞ് ഇവർ 3 പേരും അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. അതോടുകൂടി ആ സീൻ കട്ടാവുന്നു. അതുമാത്രമല്ല ഈ സിനിമ എൻഡ് ചെയ്യുന്നു. ഈ സിനിമയുടെ തമ്പനയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല എന്നാണ്. പിന്നെ പ്രൊമോഷന് വേണ്ടിയായിരിക്കും ഇവരെ ഇൻസ്റ്റയിലുള്ള കുറേ പിള്ളേരെ വെച്ച് ചെയ്തതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, ഇവർക്ക് എല്ലാവർക്കും നല്ല അഭിനയിക്കാനുള്ള കഴിവുണ്ട്. അതുമാത്രമല്ല നല്ല അടിപൊളി ഫിലിമാണ്. കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണാം, അത്രേ പറയുള്ളൂ. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കഴിയുന്നതും തിയേറ്ററിൽ പോയി തന്നെ കാണാൻ നോക്കുക. പിന്നെ ഭയങ്കര കോമഡിയാണ് കേട്ടോ. ഞാൻ എല്ലാ പടവും അടിച്ചു വിട്ടാണ് കാണല്. കാരണം എനിക്ക് അടിച്ചു വിട്ട് അങ്ങനെ ശീലമായി. പക്ഷേ ഈ മൂവി മാത്രം ഞാൻ അടിച്ചു വിടാതെ കണ്ട് അത്രയ്ക്ക് അടിപൊളിയാണ്. നല്ല ചിരിക്കാണ്. ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇങ്ങനെ ചിരിച്ചൊരു പടം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് മൂവീസ് നല്ല കോമഡിയാണെന്ന് പറയുമെങ്കിലും കാണുമ്പോൾ അത്ര കോമഡീസൊന്നും തോന്നുന്നില്ല. പക്ഷേ ഇത് അടിപൊളി കോമഡിയാണ്, നല്ല രസമുണ്ട്. പിന്നെ ഞാൻ പ്രിൻ്റാണ് കണ്ടത്. ഇതിൻ്റെ ഒറിജിനലും എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ വേണമെന്നുള്ളൊരു താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ വിട്ടുതരാം. അപ്പോൾ പ്രിൻ്റ് കണ്ടുകൊണ്ട് തന്നെ തിയേറ്ററിലുള്ള ഒരുപാട് സൗണ്ട് ഇതിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കും, ആൾക്കാർ ചിരിക്കുക. അപ്പോൾ എന്താ അറിയില്ല, ആൾക്കാർ ഒരുപാടട്ടം ചിരിക്കുന്ന ആ ഒരു സൗണ്ട് എനിക്ക് എപ്പോഴും കേൾക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ സ്റ്റോറി എക്സ്പ്ലനേഷൻ എല്ലാവർക്കും ഇഷ്ടമായിക്കണമെങ്കിൽ പ്ലീസ് ലൈക്ക്. ആൻഡ് നിങ്ങൾ പറയുന്ന അടുത്തൊരു മൂവി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏത് മൂവിയാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം. ഇതിന് 10/10 റേറ്റിംഗ് ആണ് ഞാൻ കൊടുക്കുന്നത്, അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും പോയി കാണാം. അപ്പോൾ ബൈ ബൈ, സീ യു.